സൈനുൽ ആബിദേ, അഹ്ലു ബൈത്തെ, നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറയാം. എല്ലാം ദുനിയാവിൽ വെച്ച് നിർവഹിക്കാൻ കഴിയുന്നത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു തരും. പറഞ്ഞോളൂ. എന്തും പണം വേണമെങ്കിൽ ഒരുപാട് സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. പറഞ്ഞോളൂ, എന്താ നിങ്ങൾ ആഗ്രഹം? ഈ സമയത്താണ് സൈനുൽ ആബിദ് പറഞ്ഞു, ഖലീഫ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും, ഉറപ്പ് തരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യുമെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഉടനെ സൈനുൽ ആബിദ് ഉമ്മാനങ്ങോട്ട് വിളിച്ചു, അമ്മായിയെ വിളിച്ചു, സൈനബാ ബിബിയെ. എന്നിട്ട് 3 പേരും ഖലീഫയുടെ തൊട്ട് മുമ്പിൽ വന്ന ശേഷം സൈനുൽ ആബിദിന്റെ നിർദ്ദേശപ്രകാരം 3 പേരും റുക്കൂയിൽ തല കുനിഞ്ഞ് അവിടെ നിന്ന്. പിന്നീട് സൈനുൽ ആബിദ് പറഞ്ഞു, ഖലീഫ, ഇനിയാണ് പറയുന്നത് എന്ത് ചെയ്തു തരണമെന്ന്. അതായത് ഒരു മൂർച്ചയുള്ള പടവാളെടുത്ത് ഒരൊറ്റ വെട്ടിന്, അല്ലെങ്കിൽ 2-3 വെട്ടിന് ഈ 3 തലകളും കൂടി ഒന്ന് അറുത്തിട്ടാൽ ഞങ്ങളുടെ ഉപ്പയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും പോയ വഴിയിലൂടെ ഞങ്ങൾക്കും യാത്ര പോകാമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖലീഫാക്ക് അത് നിർവഹിക്കാൻ കഴിയും. പെട്ടെന്ന് ആ കാര്യം കൂടി അങ്ങൊന്ന് ചെയ്തു തരുമോ? ഇനി ദുനിയാവിലുള്ള ആഗ്രഹം അതാ, നിങ്ങൾ ചെയ്തു തരുമോ? ഈ 3 തലയിൽ കൂടി ഒന്ന് മുറിച്ചു തന്നെങ്കിൽ. ഖലീഫ ഒന്നും പ്രതികരിച്ചില്ല. ഖലീഫക്കറിയാം അവരുടെ വേദനയുടെ കാഠിന്യത്തിൽ നിന്ന് ഉറവെടുത്ത വാക്കാണത്. നിമിഷങ്ങൾ പിന്നെയും കുറെ കഴിഞ്ഞ് അവസാനം ഖലീഫ ചോദിച്ചു, അഹ്ലു ബൈത്തെ, നിങ്ങളെ ഞാൻ മദീനയിൽ എത്തിച്ചു തരട്ടെയോ? അതിന് ഇവര് മൗനം സമ്മതമെന്ന് കണക്കാക്കി ഒരു കൂട്ടം പടയാളികൾ അങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് നല്ല നല്ല ചില നിർദ്ദേശങ്ങൾ നൽകി ഖലീഫ. ഇവര് വേദന വളരെ വളരെ കടുപ്പമുള്ളതാണ്. അവര് വളരെയധികം അസഹ്യമായ അവസ്ഥയിലാണ് കൽബുള്ളത്. അതുകൊണ്ട് വളരെ കരുതലോടെ ആയിരിക്കണം ഇവരെ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകണം. മദീനയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് എന്തെങ്കിലും ഇവർക്ക് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അവർ പറഞ്ഞെന്ന് വരില്ല. കണ്ടറിഞ്ഞ് അതൊക്കെ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് ഇവരുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ, മദീനയിലൊക്കെ ഏതാണ്ട് ചില വാർത്തകളൊക്കെ പരന്നിട്ടുണ്ടാകും. അപ്പൊ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ, ഇതൊക്കെ ഖലീഫക്കറിയ ബുദ്ധിയുള്ളവനാണല്ലോ ഇവന്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളുള്ള നാടാണല്ലോ പരിശുദ്ധ മദീന. അപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇവരുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ആ നാട്ടുകാരായ മദീനക്കാർ ഓടിങ്ങോട്ട് വരും ഇവരെ സ്വീകരിക്കാനും. ഇവർ വന്നു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ അങ്ങനെ അവരിങ്ങോട്ട് ഓടി വരുമ്പം നിങ്ങൾ എന്ത് വേണം? ഒരല്പസമയം അവിടെ ചിലവഴിക്കാതെ പിന്തിരിഞ്ഞേക്കണം. ഇങ്ങോട്ട് അവിടെ നിൽക്കരുത്. കാരണം എന്താ? അഹ്ലു ബൈത്തിന് സംഭവിച്ച ചില സംഭവങ്ങളെ പറ്റി ഓർത്ത് മനസ്സ് വേദനിച്ച് തകർന്ന് കിടക്കുന്നവരാണ് ഈ ഓടി വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? കിട്ടുന്നവരോട് പ്രതികാരം ചോദിക്കാന്നുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അപകടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാട്ടുകാരൊക്കെ അടുത്ത് വരുന്നു എന്ന് കണ്ടാൽ സ്ഥലം വിട്ടേക്കണം. അഹ്ലു ബൈത്തിനെയും കൂട്ടി അവരതാ പ്രിയപ്പെട്ടവരെ മദീന നാട്ടിലേക്ക് പുറപ്പെടുകയാ. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം പരിശുദ്ധ മദീനയിലേക്ക് അതാ അഹ്ലു ബൈത്തുമായിട്ട് ഇവരങ്ങോട്ട് എത്തിച്ചേരുമ്പോഴേക്കും അങ്ങ് ദൂരെ നിന്നതാ വാർത്ത കേട്ട് 100 കണക്കിന് ആളുകൾ ഓടിക്കിതച്ചിങ്ങോട്ട് വരാൻ തുടങ്ങി. സ്ത്രീകളുടെ ഭാഗം ഒരു ഭാഗം അങ്ങനെ ബഹുമാനപ്പെട്ട ഷഹർമാൻ ബീബിയെയും സൈനബാ ബീബിയെയും സമീപിച്ചുകൊണ്ട് 100 കണക്കിന് സ്ത്രീകള് വല്ലാത്ത അവസ്ഥയിൽ പൊട്ടിക്കരയുന്ന രംഗം ഒരു ഭാഗത്ത്, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദിനെ മഹറോട് അടച്ചു ചേർത്ത് മദീനക്കാർ വിങ്ങിപ്പൊട്ടുന്ന രംഗം മറ്റൊരു ഭാഗത്ത്. എല്ലാം തുടങ്ങുമ്പോഴേക്കും വന്ന പടയാളികൾ സ്ഥലം വിട്ടു. അങ്ങനെ സൈനുൽ ആബിദിനോട് അവർ ചോദിച്ചു, മോനെ, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്ന് പറയൂ, കുട്ടിക്കുണ്ടോ പറയാൻ കഴിയുന്നു? അവസാനം അവർ തീരുമാനിച്ചു, നമുക്ക് അവരെ എന്ത് ചെയ്യാ, റൗള ഷരീഫിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അല്പൊരു ആശ്വാസമൊക്കെ ലഭിക്കാമല്ലോ എന്ന് കരുതി ഒരു കൂട്ടം ആളുകൾ താങ്ങി പിടിച്ച് സൈനുൽ ആബിദിനെ കൊണ്ടുപോയി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലേക്ക്. അവിടെ അങ്ങോട്ട് എത്തേണ്ട താമസം ബഹുമാനപ്പെട്ട സൈനുൽ ആബിദ് പൊട്ടിത്തകർന്ന മനസ്സുമായിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, ഉപ്പാപ്പ അങ്ങിഹാലറിഞ്ഞിടുന്നുവോ? എന്റെ ഉപ്പാശിരസും കൊണ്ടുള്ള രംഗം അങ്ങറിഞ്ഞുവോ? അങ്ങേരെ താനൂട്ടി പാലൂട്ടിയിലാളിച്ച് മുത്തിയെങ്കില് തെല്ല്
ദാഹം ശമിക്കാൻ പാനം വിലക്കി കൊന്നവറുകള് ഉപ്പപ്പ ഉപ്പപ്പ ഹാലറിഞ്ഞിടുന്നുവോ എന്റെ ഉപ്പ ശിരസും കൊയ്തുള്ളറിഞ്ഞു അങ്ങറിഞ്ഞുവോ അങ്ങേറത്തെ റൊട്ടി പാലുട്ടിലാടിച്ചു മുത്തിയിലെ തെല്ലെ ദാഹം ശമിക്കാൻ പാനം വിലക്കി കൊന്നവറുകള്